പുള്ളി പണി ചെയ്തില്ലെങ്കിൽ പുള്ളിയെ അവിടെ തൂക്കി പൂച്ചക്കുഞ്ഞിനെ എടുക്കുന്നൊക്കെ കേൾക്കുന്നത്. ഓ ഓ ഓക്കെ ഓക്കെ. പെട്ടിയിലൊഴുക്കി ഇടത്തും ഞാൻ. എന്തിനാണ്ട്രാ, എന്ത് കാര്യത്തിന്? ഞാൻ പറഞ്ഞില്ലേ അതൊന്നും ഇല്ലായിരുന്നു. ദാറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഒരുപാട് നീ മാസ് കാണിക്കാൻ നിൽക്കണ്ട. ചിലപ്പോ പോലീസ് സ്റ്റേഷനിൽ ചാറ്റാ കൊടുക്കുന്ന കേസും കൂടി കാണേണ്ടി വരേ. പണിക്ക് പോയില്ലേന്ന്, പണിക്ക് നിൽക്കുക. ഹരീഷ് ഭാസ്കർ ചോദിച്ചു. എനിക്കൊന്നും വന്നില്ലല്ലോ. എന്നാലും ആ ബ്രോ പോയി കഴിഞ്ഞല്ലോ. അവർക്ക് ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കാൻ. പുള്ളി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴത്തേക്ക് ഞാനത് ക്വസ്റ്റ്യൻ തന്നെയാണോന്ന് എടുത്തെടുത്ത് ചോദിച്ചു. അപ്പോഴേ പോയി. ബൈ പറഞ്ഞു. അതെ അതെ, പണിക്കിടയിലാണ് ഈ പണി. ഈശ്വര, ഞാനിതിലില്ല. ഞാൻ ഗാലറി ഓക്കെ ഓക്കെ. ഇത്രയും നേരം അങ്ങനെ അല്ലായിരുന്നല്ലോ ഒരു ടോക്ക്. ഇതും ഒരു പണിയല്ലേ ഗൈസ്. മുഹമ്മദ് അയാനും ഹബീബും ഒക്കെ പോയോ? വേണമെങ്കിൽ മറ്റേ ബ്രൗണി ബ്രോ പോയോ? അപ്പൊ ചിക്കനും കൂട്ടി കഴിച്ചതിന്റെ ആശ്വാസമാണല്ലേ. ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല നിശാന്ത് അണ്ണ. ഞാൻ പറയുന്ന കേൾക്കാറില്ലേ? ഞാൻ ഇത്രയും നേരം കേൾക്കാൻ വയ്യ. ചിക്കൻ കഴിച്ചതിന്റെ ഒരു സന്തോഷ പ്രകടനമാണോന്ന്. ആർക്ക്? എനിക്കോ? എന്തുണ്ട് രണ്ടാൾക്കും വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. സോറി ഫോർ ഓൾ ദിസ്, ബി കൂൾ. ഓക്കെ ബ്രോ. അല്ല, അത് എന്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റായത് കൊണ്ടാണ് എനിക്കത് വിഷമമായത്, അല്ലാതൊന്നുമില്ല. പോലീസ് കേസൊക്കെ വന്നാ എന്ത് ഫ്യൂച്ചർ? ആദ്യമൊക്കെ യുഎസ്എയിലൊക്കെ എനിക്ക് പോയി. മഴയുണ്ട് എന്റെ പൊന്നെ, മഴ ഉണ്ടോന്ന്. മഴ ഇപ്പൊ ഒന്നിച്ചിരി തോന്ന്, അത്രേ പറയാൻ പറ്റുള്ളൂ. കാരണം എപ്പോ വേണമെങ്കിലും പെയ്യാന്നുള്ള സ്റ്റേജിലേക്ക്. ഇങ്ങോട്ട് വന്നത് ഹരിബ്രോ മിക്കവാറും മന്തി കഴിക്കും ഗൈസ്. ശരിയാ. ഇല്ല, ഒരു മീറ്റിംഗ് ഉണ്ട്. ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. മീറ്റിംഗ് നിൽക്കണോ? മീറ്റിംഗ് ഉണ്ടെന്നോ? ഓ, 12:30 മീറ്റിംഗ്. ഇതോടെ കഴിഞ്ഞോ? നാളെ സെം എക്സാം ആണെന്നോ? എന്നിട്ടാണോ നീ ലൈവും കണ്ടോണ്ടിരുന്നത്? പോയിരുന്ന് പഠിക്ക് ചെറുക്ക. ലൈവ് പിന്നെ ഫ്യൂച്ചർ ആണ് അതൊക്കെ. പോയിരുന്ന് വല്ലതും 2 അക്ഷരം ഇരുന്ന് പഠിച്ച് നീ ആ പേപ്പറിനകത്ത് വല്ല എഴുതി വെച്ചാലേ നിനക്ക് മാർക്ക് ഉണ്ടാവത്തുള്ളൂ. രാധാകൃഷ്ണ, ഹായ് ചേച്ചി. ലൈവ് ഒക്കെ കഴിഞ്ഞായിരുന്നോ? ഞങ്ങൾക്ക് ഇന്ന് ലൈവ് കയറാൻ പറ്റിയില്ലായിരുന്നു. ഞങ്ങൾ മോർണിംഗ് ഇവിടെ ആരും ഇല്ലായിരുന്നു. കൊല്ലം ടീം ഫുൾ മഴ മൂടാണ്. ഓക്കെ ബ്രോ. നീ പഠിച്ചാൽ നിനക്ക് നല്ല മാർക്ക് കിട്ടും, അതേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ നീ ചുമ്മാ ഇവിടുത്തെ ഫോണും കുത്തിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിനക്ക് നല്ല മാർക്ക് കിട്ടില്ല. സോ നോ. ഓ, അതാണ് ഇത്ര വിഷമോ അല്ലേ? മഴ കട്ടൻ ചായ ജോൺസൺ മാഷ് ആണോ? ഹരി ഇടയ്ക്കിരുന്ന് പറയുന്നതാണോ? എക്സാം ഇല്ല. രാധിക ചേച്ചിക്കല്ല. രാധിക ചേച്ചി മറ്റേ അഭിഷേക് എക്സാം ആയിട്ടാണ് അന്നേരം ലൈവ് ഇരുന്ന് കാണുന്നത്. ഇജാതി മോട്ടിവേഷൻ. എടാ, ലൈവൊക്കെ പിന്നെ വേണമെങ്കിലും കാണാം. ഞങ്ങൾ ലൈവൊക്കെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് നിനക്ക് വേണമെങ്കിൽ പിന്നെ വേണമെങ്കിലും ഇരുന്ന് കാണാം. നീ പോയിരുന്ന് 2 അക്ഷരം പഠിക്കിച്ചെറുക്ക. നിനക്ക് പോവണ്ടേ? പോകണമെന്നുണ്ടെങ്കിൽ നല്ല മാർക്ക് വേണം. അല്ല ചുമ്മാ ഇരുന്ന് ചിരിച്ചിട്ടൊന്നും കിട്ടത്തില്ല. അങ്ങനെയൊന്നും പറയില്ല. അങ്ങനെയല്ല. എക്സാമിന് സമയത്ത് നമ്മൾ പഠിക്കാതിരുന്ന് ഉഴപ്പിട്ട് അവസാനം മാർക്ക് വരുമ്പോ അയ്യോ എന്റെ മാർക്ക് കിട്ടിയില്ലേ എന്നും പറഞ്ഞ് വിഷമിച്ചിട്ട് വല്ല കാര്യം ഉണ്ടാ? അങ്ങനെ വിഷമിച്ചിട്ടില്ല. ഞാൻ വിഷമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയേണ്ട അവസ്ഥ ഉണ്ടായത്. പക്ഷെ പറഞ്ഞാലും പിള്ളേരാരും മനസ്സിലാക്കത്തില്ല. അത് വേറൊരു കാര്യം. ചേച്ചി അങ്ങോട്ട് മാറിയിരിക്കും. ഞാൻ കുറച്ച് ഇങ്ങോട്ട് മാറിയിരിക്കുകയാണ് ചേച്ചി. അല്ല, എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാം. നിശാന്ത് തന്നെ കണ്ടിന്യൂ.
ചേച്ചി വിശാന്തൻ ആക്റ്റീവ് അല്ല ചേച്ചി